നമസ്കാരം, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി ഭാഗം 3 ഭാഗം 1 നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ബേസിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്താണ് ഇലക്ട്രിസിറ്റി, എന്തൊക്കെയാണ് ഇലക്ട്രിസിറ്റിയുടെ ഇഫക്ട്സ് എന്നൊക്കെ. ഭാഗം 2 നമ്മൾ ഹീറ്റിംഗ് ഇഫക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ റെസിസ്റ്റർ, ദെൻ അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റർ ഇൻ എ സർക്യൂട്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ നോക്കും റെസിസ്റ്റൻസ് എന്നാൽ എന്ത്, ദെൻ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ റെസിസ്റ്റേഴ്സിനെ നമ്മൾ ഒരു സർക്യൂട്ടിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം. പ്രധാനമായും 2 ടൈപ്പായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഒന്ന് സീരീസ് കണക്ഷൻ, മറ്റൊന്ന് പാരലൽ കണക്ഷൻ. ഇങ്ങനെയാണ് നമുക്ക് സാധാരണയായി റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഓപ്പോസസ് ഓർ റെസിസ്റ്റ് ദി ഫ്ലോ ഓഫ് ചാർജസ്. ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്ത് പ്രോപ്പർട്ടിയാണ്? കറണ്ട് അല്ലെങ്കിൽ ചാർജുകൾ പ്രവഹിക്കുമ്പോൾ അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ചാർജിനെ ഓപ്പോസ് ചെയ്യാനുള്ള കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു കോപ്പർ ഒരു ഗുഡ് കണ്ടക്ടർ ആണെന്ന് പറഞ്ഞു. കോപ്പറിനെ ഇപ്പോൾ നമ്മൾ കോപ്പറും അയണുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അയണിനേക്കാളും വളരെ നല്ലൊരു കണ്ടക്ടറാണ് കോപ്പർ. ബിക്കോസ് കോപ്പറിൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്, വേറസ് അയണിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. അതായത് അയണിനാണ് കൂടുതൽ ഓപ്പോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഊർജ്ജ നഷ്ടം ഉണ്ടാകും. അതായത് നമുക്ക് പവർ നഷ്ടം ഉണ്ടാകും. നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഓപ്പോസസ് ഓർ റെസിസ്റ്റ് ദി ഫ്ലോ ഓഫ് ചാർജസ്. ചാർജുകളുടെ ഫ്ലോയെ ഓപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്ന പ്രതിഭാസത്തെ, പ്രോപ്പർട്ടിയാണ്, കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓം. ഒമേഗ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, 9ാം ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഓംസ് ലോ ഉപയോഗിച്ചുള്ള ഇക്വേഷൻ R is equal to V divided by I. V divided by I 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. ഇനി റെസിസ്റ്റർ എന്താണെന്ന് നോക്കാം. റെസിസ്റ്റേഴ്സ് ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം, റെസിസ്റ്റൻസുമായി ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ നമുക്ക് വേണ്ട റെസിസ്റ്റൻസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന കമ്പോണൻസിനെയാണ് റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ ഓഫ് ചാർജ്. ഒരു കണ്ടക്ടറിൽ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലെ ഫ്ലോ ഓഫ് ചാർജിന് നമ്മൾ കൊടുക്കുന്ന തടസ്സം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തടസ്സത്തിനെയാണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ ഓഫ് ചാർജസ്. അപ്പം ഇതാണ് നമ്മളിവിടെ കാണുന്നതാണ് ഒരു കാർബൺ റെസിസ്റ്റേഴ്സ് ആണ് കാണുന്നത്. പല നിറത്തിലുള്ള റെസിസ്റ്റേഴ്സ് കാണാം. ആ നിറങ്ങളാണ് അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 100 ഓം, 200 ഓം, അതല്ലെങ്കിൽ 130 കിലോ ഓം. ഇതൊക്കെ ഈ കളർ കോഡ് നോക്കിയാണ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ resistors are the component in an electric circuit which offers resistance to the flow of charges. ഇനി റെസിസ്റ്റേഴ്സിൻ്റെ കണക്ഷൻസ് നേരത്തെ പറഞ്ഞു, പ്രധാനമായും 2 ടൈപ്പിലാണ് അല്ലെങ്കിൽ 2 കണക്ഷൻസ് ആണ് നമ്മൾ സാധാരണയായി ചെയ്യുന്നത്. ഒന്ന് സീരീസ് കണക്ഷൻ, മറ്റൊന്ന് പാരലൽ കണക്ഷൻ. നമ്മൾ സീരീസ് കണക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 3 ബൾബുകൾ ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്തത് കാണാം. ഈ 3 ബൾബുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് കണക്ഷനാണ്. ഒരു ബൾബ് കഴിഞ്ഞ് നേരെ അതിന് തൊട്ട് പിന്നിലായി അടുത്ത ബൾബ് കണക്ട് ചെയ്യുന്നു, അതിന് തൊട്ട് പിന്നിലായി അടുത്ത ബൾബ്, ദെൻ ബാറ്ററീൻ്റെ നെഗറ്റീവ് എൻഡിലേക്ക് എത്തുന്നു. ഈ ബൾബിൽ നമുക്കറിയാം ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ട്. ടങ്സ്റ്റൺ കൊണ്ടുണ്ടാക്കിയ ഫിലമെന്റ്. ടങ്സ്റ്റണിന് വളരെയധികം റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 3 റെസിസ്റ്റൻസ് വെച്ചതിന് തുല്യമാണ്. നമുക്ക് റെസിസ്റ്റൻസിൻ്റെ രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ
ഇതാ ഇവിടെ ഒരു റെസിസ്റ്റൻസ്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബൾബിൻ്റെ അവിടെ ഒരു റെസിസ്റ്റൻസ്, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ബൾബിൻ്റെ ഒരു റെസിസ്റ്റൻസ്. 3 റെസിസ്റ്റേഴ്സ് ബാക്ക് ടു ബാക്ക് ആയി കണക്ട് ചെയ്തിരിക്കുന്നതാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ 2 or more റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് ഈച്ച് അതർ then they are said to be in സീരീസ് കണക്ഷൻ. അതായത് ഒരു റെസിസ്റ്റേഴ്സ് കഴിഞ്ഞ് തൊട്ട് അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ പോലെ തന്നെ വീണ്ടും അടുത്തൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു റെസിസ്റ്റർ കഴിഞ്ഞ് അതിൻ്റെ എൻഡിൽ അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത് എൻഡ് ടു എൻഡ് കണക്ഷനെയാണ് സീരീസ് കണക്ഷൻ എന്ന് വിളിക്കുന്നത്. സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത, സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആയിരിക്കും. ദ കറണ്ട് റിമെയിൻസ് സെയിം ഇൻ സീരീസ് കണക്ഷൻ ബട്ട് the potential difference gets divided. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. നമുക്ക് നോക്കാം. സീരീസ് കണക്ഷൻ ആണ് ഈ കാണുന്നത്. ഇവിടെ 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 3 റെസിസ്റ്റേഴ്സ് ബാക്ക് ടു ബാക്ക് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഒരു അമ്മീറ്റർ, then ഇവിടെ ഒരു വോൾട്ട് മീറ്റർ. അപ്പോൾ ഈ 3 റെസിസ്റ്റർ ബാക്ക് ടു ബാക്ക് ആയി കണക്ട് ചെയ്തത് സീരീസ് കണക്ഷൻ ആണ്. ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് നേരത്തെ പറഞ്ഞ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതായത് നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് ഈ 3 റെസിസ്റ്റേഴ്സിനിടയിലും സ്പ്ലിറ്റ് ആവും. അതായത് ഫസ്റ്റ് V1 ആയി സ്പ്ലിറ്റ് ചെയ്യും, ദെൻ സെക്കൻഡ് റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ V2 ആയി സ്പ്ലിറ്റ് ചെയ്യും, ദെൻ തേർഡ് റെസിസ്റ്ററിൽ എത്തുമ്പോൾ V3 ആവും. V3 അതായത് റെസിസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റേഴ്സിനനുസരിച്ച് അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. പക്ഷേ ഇതിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിൻ്റെ അളവ് സെയിം ആയിരിക്കും, I വിൽ ബി സെയിം. അപ്പോൾ ഈ കേസിൽ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. V1 പ്ലസ് V2 പ്ലസ് V3. കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും ഇതിലൂടെ പ്രവഹിക്കുന്നത്. അപ്പോൾ നമുക്കത് വെച്ച് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് നോക്കാം. വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓരോ റെസിസ്റ്റൻസിൻ്റെ ഇടയിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡ് ഉണ്ടാകും. ആ വോൾട്ടേജ് മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത വോൾട്ടേജിൻ്റെ ഈക്വൽ ആകും. അതാണ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതിയത്. അക്കോർഡിംഗ് ടു ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V ഈസ് ഈക്വൽ ടു IR ആണ്. V ഈസ് ഈക്വൽ ടു IR. അപ്പോൾ V1 എന്തായിരിക്കും? V1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1. R1 ഉണ്ടാക്കുന്ന വോൾട്ടേജ് ഡിഫറൻസ്, R1 കറണ്ട് പാസ് ചെയ്യുമ്പോൾ എത്രത്തോളം വോൾട്ടേജ് ഡിവൈഡ് ആവും, അതാണ് V1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1. അതുപോലെ തന്നെ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഇൻറ്റു R2 ആയിരിക്കും. V2 I ഇൻറ്റു R2. V3 I ഇൻറ്റു R3. ഇവിടെ എല്ലാം I കോൺസ്റ്റന്റ് ആണ്, കാരണം കറണ്ടിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനിൽ ഇതൊന്ന് കൊടുത്തു നോക്കാം. V ഈസ് ഈക്വൽ ടു IR ഈസ് ഈക്വൽ ടു IR1. V1 എന്ന് പറഞ്ഞാൽ IR1 പ്ലസ് V2 എന്ന് പറഞ്ഞാൽ IR2. V2 ഈസ് ഈക്വൽ ടു IR2 പ്ലസ് V3 എന്ന് പറഞ്ഞാൽ IR3. അപ്പോൾ നമുക്ക് IR ഈസ് ഈക്വൽ ടു, ഇവിടെ കറണ്ട് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു, സോ ഐനെ നമുക്ക് ബ്രാക്കറ്റിന് പുറത്തെടുക്കാം. സോ if we take I outside the bracket, then R1 plus R2 plus R3 will be inside the bracket. I cancel ആയി പോവും. Then R is equal to R1 plus R2 plus R3. ഇതാണ് ഇക്വേഷൻ. അതായത് 3 റെസിസ്റ്റേഴ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഉണ്ടാകുന്ന നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു പേര് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എഴുതാം RSR സീരീസ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇതാണ് സീരീസ് കണക്ഷനിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് പാരലൽ കണക്ഷൻസ് നോക്കാം, പാരലൽ കോമ്പിനേഷൻ നോക്കാം. പാരലൽ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ പാരലൽ കണക്ഷനിൽ നമ്മൾ ഒരു കോമൺ പോയിന്റിൽ ബാക്കിയുള്ള റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നു. When 2 or more resistors are connected simultaneously between 2 points to each other,
then they are said to be parallel connection. അതായത് ഒരു കോമൺ പോയിന്റിൽ രണ്ട് കോമൺ പോയിന്റിൽ നമ്മൾ എല്ലാ റെസിസ്റ്റേഴ്സും കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പോയിന്റിലാണ്, അതേ പോയിന്റിൽ തന്നെയാണ് ഈ ഒരു ബൾബും കണക്ട് ചെയ്തിരിക്കുന്നത്, അതേ രണ്ട് പോയിന്റിൽ തന്നെയാണ് ഈ ഒരു ബൾബും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കണക്ഷനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. നേരത്തെ ബാക്ക് ടു ബാക്ക് അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് കണക്ഷൻ. ഇത് ഒരു കോമൺ പോയിന്റ്, എക്സാമ്പിളായി പറഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് കോമൺ പോയിന്റ് ആണ്. ഇവിടെ നമ്മുടെ കയ്യിൽ 3 റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. 3 റെസിസ്റ്റർ. ഈ 3 റെസിസ്റ്ററിനെ ഞാൻ ഈ കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇതുപോലെ. then this connection is said to be parallel connection. ഈ കണക്ഷനെയാണ് പാരലൽ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അതായത് ഒരു കോമൺ പോയിന്റ്, ആ കോമൺ പോയിന്റിൽ നിന്ന് 2ൽ കൂടുതൽ റെസിസ്റ്റേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ പാരലൽ കണക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഈ എയും ബിയും എന്ന് പറയുന്ന 2 പോയിന്റിൻ്റെ ഇടയിലാണ് R1, R2, R3 ഈ 3 റെസിസ്റ്റേഴ്സിനെയും ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇടയിലാണ്. ദെൻ ഇതിനെ ഒരു ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു സ്വിച്ച് വഴി. ഇവിടെ കറണ്ട് I, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I. പക്ഷെ R1ൽ എത്തുമ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ആവും, I1 ആവും. R2ലെ കൂടി I2 കറണ്ട് പാസ് ചെയ്യും, R3ലെ കൂടി I3 കറണ്ട് പാസ് ചെയ്യും. പക്ഷെ വോൾട്ടേജ് സെയിം ആണ്. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലാണ് കൊടുക്കുന്നത്. ആ 2 പോയിന്റിനിടയിലായതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി തന്നെയാണ്, സെയിം ആണ്. പക്ഷെ കറണ്ടാണ് ഇവിടെ വ്യത്യാസം. കറണ്ട് 3 ബ്രാഞ്ചിലൂടെ പോകുമ്പോൾ R1 എന്ന് പറയുന്ന ബ്രാഞ്ചിൽ, R2 എന്ന് പറയുന്ന ബ്രാഞ്ചിൽ, അതുപോലെ തന്നെ R3 എന്ന് പറയുന്ന ബ്രാഞ്ചിലൂടെ പോകുമ്പോൾ കറണ്ടിന്റെ സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നു. സോ ഹിയർ I ഈസ് ഈക്വൽ ടു I1 plus I2 plus I3. I is equal to I1 plus I2 plus I3 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V is equal to IR, I is equal to V by R ആണ്. അതുപോലെ തന്നെ I1 is equal to V by R1, I2 is equal to V by R2, I3 is equal to V by R3. നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് I is equal to V by R. So V by R is equal to V by R1 plus V by R2 plus V by R3. അപ്പോൾ നമുക്ക് അറിയാം V കോമൺ ആണ്. അപ്പോൾ V by R ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ V പുറത്തെടുക്കാം. അങ്ങനെ V പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3 ആയിരിക്കും ബ്രാക്കറ്റിനുള്ളിൽ ഉണ്ടാവുക. V പുറത്തെടുത്തു. സോ V ഈസ് കോമൺ. അപ്പോൾ ഇവിടെ 1 ബാക്കിയാവും. അപ്പോൾ 1 by R1, 1 by R2, 1 by R3. V കട്ട് ചെയ്യും. V കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 1 by R ഈക്വൽ ടു 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3 ആണ്. 1 by R3. അതായത് പാരലായി 3 റെസിസ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റെസിസ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ്, അതല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 by R പാരലൽ ഈസ് ഈക്വൽ ടു 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3 ആണ്. 3 റെസിസ്റ്റർ ആണെങ്കിൽ 1 by R3 വരെ. ഇതാണ് പാരലായി കണക്ട് ചെയ്തുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കാം. അതായത് നേരത്തെ നമ്മൾ നോക്കിയത് തന്നെയാണ്, ഒന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുന്നു. സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് വെൻ ദ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അതായത് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകുന്നു, അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നു. എന്താണ് കാരണം? ബിക്കോസ് R സീരീസ് ഈസ് ഈക്വൽ ടു R1 പ്ലസ്
R2 പ്ലസ് R3. നമ്മൾ ഈ 3 റെസിസ്റ്ററിനെ എടുത്ത് കൂട്ടുകയാണ്, അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകുന്നു. എന്നാൽ പാരലൽ കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. അതായത് പാരലൽ ആകുമ്പോൾ നമുക്കറിയാം കണക്ഷൻസ് ഇങ്ങനെയാണ്, ഒരു കോമൺ പോയിന്റിൽ നിന്ന് കണക്ട് ചെയ്യുന്നതാണ് പാരലൽ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R പാരലൽ ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആണ്. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഡിക്രീസസ്. ഓക്കെ. അതിന് വോൾട്ടേജ് നമുക്കറിയാം, സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ഓരോ റെസിസ്റ്റൻസിൻ്റെ അടുത്തും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നു. R1 എന്ന് പറയുന്ന റെസിസ്റ്ററിൻ്റെ അടുത്ത് V1 എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, R2 എന്ന് പറയുന്നിടത്ത് V2 വോൾട്ടേജ് ഡ്രോപ്പ്, R3 എന്ന് പറയുന്നിടത്ത് V3 എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. പക്ഷേ ഇതിലൂടെ പ്രവഹിക്കുന്ന കറണ്ട്, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ്, ബട്ട് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. വോൾട്ടേജ് ഓരോ റെസിസ്റ്ററിലും ഡിഫറെൻ്റ് ആണ്. വോൾട്ടേജ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ്, ബട്ട് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. കറണ്ട് സെയിം ആണ്. ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷനിൽ ഇതാണ് പാരലൽ കോമ്പിനേഷൻ. ഒരു കോമൺ പോയിന്റിൽ പാരലൽ കോമ്പിനേഷനിൽ I എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്ത് ഓരോ ബ്രാഞ്ചിലെത്തുമ്പോൾ R1 കൂടി പോകുമ്പോൾ I1 ആകുന്നു, R2 കൂടി പോകുമ്പോൾ I2, R3 കൂടി പോകുമ്പോൾ I3. പക്ഷെ വോൾട്ടേജ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ്. പാരലൽ കോമ്പിനേഷനിൽ ഓരോ റെസിസ്റ്ററിലും കൂടി പോകുന്ന കറണ്ടിൻ്റെ അളവ് ഡിഫറെൻ്റ് ആണ്, ബട്ട് വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ത്രൂ each resistor is same. Potential difference or voltage through each resistor is same. ഇത്രയും കാര്യങ്ങളാണ് പാരലൽ കോമ്പിനേഷൻ്റെയും സീരീസ് കോമ്പിനേഷൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.